ക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് ഈ സന്ദേശം കേൾക്കുകയും യൂട്യൂബിൽ കൂടെ അത് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അതിശയകരമായി അത്ഭുതകരമായി വഴി നടത്തട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വചനം വായിച്ച് പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെടുന്നു. സങ്കീർത്തനങ്ങൾ 18 അതിൻ്റെ 46 വാക്യം. സങ്കീർത്തനങ്ങൾ 18:46. യഹോവ ജീവിക്കുന്നു, എൻ്റെ പാറ വാഴ്ത്തപ്പെട്ടവൻ, എൻ്റെ രക്ഷയുടെ ദൈവം ഉന്നതൻ തന്നെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട, വളരെ സമയം പ്രസംഗിക്കുവാനുള്ള ഒരു സബ്ജക്റ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. 1, യഹോവ ജീവിക്കുന്നു. 2, പാറ വാഴ്ത്തപ്പെട്ടവൻ. 3, രക്ഷയുടെ ദൈവം. 4, ഉന്നതൻ. അപ്പം 4 തലത്തിൽ കൂടെ ഈ ഒറ്റ വാക്യത്തെ ആമേൻ സംഗീതത്തിൽ പ്രമാണിയായിരിക്കുന്ന തൻ്റെ അഭിഷക്തനായിരിക്കുന്ന ദാവീദ് രാജാവ് വിളിച്ചു പറയുമ്പോൾ, ഇന്ന് പകലിൽ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കുക ജനത്തെ, യഹോവ ജീവിക്കുന്നു. സ്തോത്രം. ജീവിക്കുന്ന ദൈവമാണ്. അവരുടെ ജീവിതത്തിനകത്ത് പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, വേദനകൾ, സമാന്തരമായ നിമിഷങ്ങളിൽ കൂടെയൊക്കെ അവർ കടന്നു പോകുമ്പോൾ യഹോവ അവനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും, ശൗലിൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ച കാലത്ത് അവൻ ഈ സങ്കീർത്തനങ്ങളെ യഹോവയ്ക്ക് എന്ത് ചെയ്തു? പാടി. വിടുതലും പ്രാപിച്ച് പൊടിയും തട്ടി അങ്ങ് ദാവീദ് പോയില്ല. ആ വിടുതലിന് പകരമായി നന്ദി കൊടുത്തു ദാവീദ്. ഒരു പാട്ട്. പ്രാരംഭം മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഭയങ്കര വിടുതലുകളും, ദാവീദിന് ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും, അവനെ പകച്ചവരുടെ പക്കൽ നിന്നും ദൈവം അവനെ വിടുവിച്ചു. ഉണ്ടോ? ഒരഭിഷത്തിന് നേരെ, ഒരഭിഷത്തയ്ക്ക് നേരെ കടന്നു വരുന്നത് ശത്രു ബലമില്ലാത്തതല്ല, ബലമുള്ള ശത്രുവാ. പ്രൈസ് ദി ലോർഡ്. ഈ ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, ജീവിക്കുന്ന കർത്താവ്. സ്തോത്രം. ശത്രു എത്ര ബലവാനായാലും അതിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരാൻ ഒരേ ഒരു ദൈവമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവ്. ഈ പ്രഭാതത്തിൽ ജീവിക്കുന്ന ദൈവം എന്ന് ദാവീദ് ഒന്നുകൂടെ ഉറച്ചു പറയാൻ കാര്യമുണ്ട്. 33 വാക്യം പറയുന്നു, അവൻ എൻ്റെ കാലുകളെ കണ്ടോ മാൻപേടയ്ക്ക് തുല്യമാക്കി. ഹല്ലേലൂയ. പതറിപ്പോകേണ്ട സമയത്ത്, യെസ്, വഴുതിപ്പോകേണ്ട സമയത്ത്, ജീവിക്കാനായി കൊതിയോടെ ആയിരിക്കുന്ന ദാവീദിനെ തൻ്റെ കാലുകളെ ദൈവം ഉറപ്പിച്ചു. ആമേൻ. ഇന്ന് ഈ പ്രഭാതത്തിൽ എത്രയോ ഘട്ടം കാലുകൾ വഴുതിപ്പോകേണ്ടതായിരുന്നു, എത്രയോ പ്രാവശ്യം തകർന്നു പോകേണ്ടതായിരുന്നു, എത്രയോ പ്രാവശ്യം പിന്മാറിപ്പോകേണ്ടതായിരുന്നു. പക്ഷേ കാലുകളെ
ഉറപ്പിച്ച ഒരു ദൈവം. ദാവീദ് എല്ലാ കാര്യത്തിനും ദാവീദ് ദൈവത്തിന് നന്ദി കൊടുത്തു. സ്തോത്രം. മാൻപേടയ്ക്ക് തുല്യമാക്കിയെങ്കിൽ മാൻപേട കാല് ഭയങ്കര ശക്തിയാണ്. എത്ര ദൂരം വേഗത്തിൽ ഓടിയാലും തളർന്നു പോകാത്ത കാല. എന്നെയും നിങ്ങളെയും ആ തലത്തിൽ കൂടെ അല്ലേ ഇന്ന് പ്രഭാതത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്? നമുക്ക് മുൻപേ എത്രയോ പേര് കയറി ഓടി അല്ലേ? എത്രയോ പേർ നമുക്ക് മുൻപേ നമ്മൾ ഒരിക്കലും മുൻപിലെത്തരുതെന്ന് പറഞ്ഞ് നമ്മെ ഓടിയെത്താൻ കഴിയില്ല എന്ന് അവർ വിധിച്ചപ്പോഴും അതെല്ലാം തള്ളി മാറ്റി നമ്മെ ഉന്നതങ്ങളിൽ എത്തിച്ച ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഇന്ന് ജീവിച്ചിരിക്കുന്നതേ ദൈവത്തിൻ്റെ കൃപയാ. നെഹളിക്കുവാനോ അഹങ്കരിക്കുവാനോ ഒന്നുമില്ല. ദൈവത്തിൻ്റെ മഹാകൃപ. ആ ദയാണ് ദാവീദ് അങ്ങ് ഉറപ്പിക്കുക. യഹോവ എൻ്റെ പാറ വാഴ്ത്തപ്പെട്ടവൻ. കണ്ടോ, എൻ്റെത്. ദാവീദിൻ്റെ എല്ലാ സങ്കീർത്തനത്തിലും ഒന്നുപോലും മാറ്റിവെച്ചില്ല, എൻ്റെ ദൈവം. യെസ്, ഈ പ്രഭാതം നമുക്ക് പറഞ്ഞു തുടങ്ങാം, ഈ കർത്താവ് എൻ്റെ ദൈവമാണ്. യെസ്, എൻ്റെ ദൈവം, എൻ്റെ മുറിവുകളെ കെട്ടുന്ന ദൈവം, എൻ്റെ വേദനകളെ മനഃപൂർവ്വമായി മാറ്റുന്ന ദൈവം. ഹല്ലേലൂയ. എൻ്റെ കണ്ണുനീരുകളെ തുടയ്ക്കുന്ന ദൈവം, എന്നെ നിർത്തിയ ദൈവം, എന്നെ പുലർത്തുന്ന ദൈവം. സ്നേഹിച്ചവരെല്ലാം ഇട്ടേച്ചു പോയപ്പോഴും, എല്ലാവരും മാറിപ്പോയപ്പോഴും, മക്കൾ വരെ തള്ളി പറഞ്ഞപ്പോഴും ചേർത്ത് പിടിച്ച് നിർത്തിയ എൻ്റെ ദൈവം ഇന്ന് ജീവിക്കുന്നു എന്ന് ദാവീദ് തൻ്റെ വാഗൊണ്ട് പറയുമ്പോൾ എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പ്രത്യാശിക്കാൻ വകയുണ്ടെന്നറിയാമോ? ആ ദൈവം നിന്റെ ജീവിതത്തെ ഇന്ന് പകൽ നീ പോലും അറിയാതെ മാറ്റാൻ പോകുകയാണ്. നിന്റെ രോഗമുള്ള ജീവിതത്തെ, നിന്റെ പ്രയാസങ്ങൾ നിറഞ്ഞ ജീവിതത്തെ, നിന്റെ പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതത്തെ, ഇരുട്ടു നിറഞ്ഞ ജീവിതത്തെ, തോൽവികൾ മാത്രം നിറഞ്ഞ ജീവിതത്തെ, പരാജയങ്ങൾ മാത്രം നിറഞ്ഞ ജീവിതത്തെ ഇന്ന് പകലിൽ ദൈവം മാറ്റാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തിൻ്റെ മഹത്വം കാണും. യെസ്, ഈ പ്രഭാതത്തിൽ ആരൊക്കെ വിശ്വസിക്കുന്നുവോ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ വിടുതൽ അനുഭവിപ്പാൻ പോകുകയാണ്. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം കർത്താവിനെ മുറുകെ പിടിക്കാൻ കഴിയും? എത്ര പേർക്ക് കർത്താവിനെ മുറുകെ പിടിക്കാൻ കഴിയും? ഓ റിബലബ ശംഭവ രകൽഖന വൈഡകരാജകൽഖനാദി. ഹല്ലേലൂയ. നിന്നെ കരയിപ്പിക്കാൻ നോക്കിയവരുടെ മുൻപിൽ, നിന്റെ കണ്ണുനീർ കാണാൻ കൊതിച്ചവരുടെ മുൻപിൽ, ഹല്ലേലൂയ, തീർന്നു എന്ന് വിധി എഴുതിയവരുടെ മുൻപിൽ, ഇനി എണീക്കത്തില്ല എന്ന് വിധി എഴുതിയവരുടെ മുൻപിൽ ഞാൻ നിന്നെ ഉയർത്തുന്ന ദിനങ്ങളാണ്. കണ്ടോ, ഇവിടെ എൻ്റെ പാറ വാഴ്ത്തപ്പെട്ടവൻ, എൻ്റെ രക്ഷയുടെ ദൈവം ഉന്നതൻ തന്നെ. ഉറപ്പിക്കുക, ഫുൾ സ്റ്റോപ്പ്. ഉന്നതൻ. ഹല്ലേലൂയ. ഈ ഉന്നതൻ്റെ
കാൽപാദത്തിലിരിക്കാൻ ലഭിച്ച ഭാഗ്യം, ഈ ഉന്നതന്റെ പാദപീഠത്തിലിരിക്കാൻ, ഉന്നതന്റെ വാക്കുച്ചരിപ്പാൻ ലഭിച്ച ഭാഗ്യം ഭയങ്കരമാണ്. ഉലകത്തിൽ ഒരു വ്യക്തി പോലും തരാത്തൊരു ഭാഗ്യം നമ്മുടെ ദൈവം നമുക്ക് തന്നില്ലേ? കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ, അങ്ങ് ഇന്ന് പകൽക്കാലം സംസാരിച്ചല്ലോ, ജനത്തെ അനുഗ്രഹിക്കണം. അപ്പൻ്റെ പൊന്നുകൃപ കൊണ്ട് പൊതിയണമേ. രക്തക്കോട്ടയിൽ ജനത്തെ പൊതിയുമാറ് പ്രാർത്ഥിക്കുന്നു. ആവശ്യമുള്ള മധ്യ അത്ഭുതം ചെയ്യും, യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.